ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിന് അനുയോജ്യമായിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ആപ്പ് ഏതാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ആപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൻഡ്രോയിഡ് ആപ്പുകൾ നമുക്ക് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ലഭിക്കുന്നതാണ്. പക്ഷേ ആ ആൻഡ്രോയിഡ് ആപ്പുകളൊക്കെ നമ്മൾ ആദ്യത്തെ ഒരു ആവേശത്തിന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും, പിന്നീട് അത് ഉപയോഗിക്കാണ്ട് നമ്മുടെ ഫോണിൻ്റെ ഏതെങ്കിലും മൂലയിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ ഫോണിന് ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് തീരുന്നതിനും അത് കാരണമാകുന്നതാണ്. അതുകൂടാണ്ട് ഇത്തരം ആപ്പുകൾ നമ്മുടെ ഫോണിൻ്റെ ഏതൊക്കെ പെർമിഷനുകൾ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അതും ഒരു സെക്യൂരിറ്റി ഇഷ്യൂ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത് നമുക്ക് ഫോണിൻ്റെ ലൈഫ് ടൈം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫോണിലെ ഒരു സെക്യൂരിറ്റി ആപ്പാണ്. ഈ ഒരു ആപ്പിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ, ഈ ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ തവണയും നമ്മുടെ ഫോണിലെ ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ആപ്പുകളെല്ലാം സ്കാൻ ചെയ്തതിന് ശേഷമായിട്ടായിരിക്കും നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ അനുവദിക്കുക. അപ്പോൾ ഓരോ തവണയും നമ്മുടെ ഫോണിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ആപ്പുകളുടെ എല്ലാം സുരക്ഷ ഇത് ഉറപ്പാക്കുന്നതാണ്. അതുകൂടാണ്ട് ഈ ഒരു ആപ്പ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി നമ്മുടെ ഫോണിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പുകളാണ്. അപ്പോൾ ഈ ആപ്പ് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിർബന്ധമായിട്ടും ഫോണിൽ സൂക്ഷിക്കുക. നമ്മുടെ ഫോണിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ആ ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയോട് നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണിത്. കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ആപ്പിൻ്റെ ഇൻ്റർഫേസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു ആപ്പ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ്. ഈ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്യൂരിറ്റി അഡ്വൈസർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി അഡ്വൈസർ എന്നുള്ള ആ ഓപ്ഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സെക്യൂരിറ്റി അഡ്വൈസർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതോടുകൂടി ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് നമ്മൾ വരുന്നതാണ്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും എടുത്ത് കാണിക്കുന്ന ഒരു ഭാഗമാണിത്. അങ്ങനെ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് വല്ലതും ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഓപ്ഷനിൽ തൊട്ടിപ്പുറത്തായിട്ട് എനേബിൾ എന്ന് കാണിച്ചിരിക്കും. അതോടൊപ്പം തന്നെ അത് റെഡ് മാർക്കിലായിരിക്കും അത് കാണുക. അപ്പോൾ നമ്മളിവിടെ റെഡ് കളറിൽ എനേബിൾ എന്ന് എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ആ റെഡ് മാർക്കിൽ നിന്ന് അപ്പോൾ നമ്മളവിടെ എനേബിൾ എന്നുള്ള റെഡ് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ള സെറ്റിങ്സിലേക്ക് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ ആ ഒരു സെറ്റിങ്സിൽ ചെന്നിട്ട് നമ്മളത് ആ ഒരു ഓപ്ഷൻ നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നതാണ്. ഇനി ഇപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പം ഹോട്ട്സ്പോട്ട് സ്റ്റാറ്റസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ചെറിയൊരു ഇഷ്യൂസ് ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അത് നമ്മൾ എനേബിൾ എന്നുള്ള ഭാഗം റെഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിസേബിൾ ആക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ എനേബിൾ എന്നുള്ള റെഡ് ആയിട്ട് എഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്തതോടുകൂടി ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ സെക്യൂരിറ്റി അഡ്വൈസർ എന്നുള്ളതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഹോട്ട്സ്പോട്ട് സ്റ്റാറ്റസ് സ്റ്റെപ്പ് ടു ഡിസേബിൾ ഹോട്ട്സ്പോട്ട്, നമുക്കിവിടെ ഈ ഹോട്ട്സ്പോട്ട് ഓഫ് ആക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് അത് ഹോട്ട്സ്പോട്ടിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാനുള്ള വഴികൾ നമുക്കിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹോട്ട്സ്പോട്ട് ഇവിടെ ഓണായി കിടക്കുന്നത് സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട് എന്ന് കാണിച്ചതുകൊണ്ടാണ്, അതായത് റെഡ് മാർക്കിൽ എഴുതി കാണിച്ചതുകൊണ്ടാണ് നമുക്കിവിടെ ഈ ഒരു സെറ്റിങ്സ് ഓഫ് ആക്കേണ്ടതായിട്ട് വരുന്നത്. അതുതന്നെയാണ് ഈ ഒരു ആപ്പിൻ്റെ ഒരു പ്രത്യേകതയും. എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വിഭാഗത്തിൽ അത് മാർക്ക് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഇനി നമുക്ക് ഈ താഴെ കാണുന്ന ഗോ ടു സിസ്റ്റം സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ നീല ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളിവിടെ ഹോട്ട്സ്പോട്ടിൻ്റെ സെറ്റിങ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഞാനിവിടെ ഹോട്ട്സ്പോട്ട് ഓഫ് ആക്കുവാണ്. ഞാനിവിടെ ഹോട്ട്സ്പോട്ട് ഓഫ് ആക്കി അതിനുശേഷം പുറകോട്ട് വരിക. ഓരോ സ്റ്റെപ്പും പുറകോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാവുന്നതാണ് ഹോട്ട്സ്പോട്ട് സ്റ്റാറ്റസ് എന്നുള്ളത്. നേരത്തെ ഇവിടെ ചുമലയായിട്ടാണ് കിടന്നിരുന്നത്, ഇപ്പോൾ അത് നീലയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ എന്തെങ്കിലുമൊക്കെ സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ റെഡ് മാർക്കിൽ എനേബിൾ എന്ന് എഴുതി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് ഈ ഒരു വിൻഡോയിൽ വെച്ച് തന്നെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ റെഡ് മാർക്കിൽ വന്നിരിക്കുന്ന ആ ഒരു വാർണിംഗ് മെസ്സേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെറ്റിങ്സിൽ പോയി നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിനായിട്ട് ഇനി നമുക്ക് പുറകോട്ട് പോകാം. ഇനി നമുക്കിവിടെ കാണുന്നത് ഹിഡൻ ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഞാനിവിടെ ഹിഡൻ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ആൻഡ്രോയിഡ് ഫോണിലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തും ഓൾറെഡി ഈ ഫോണിലുള്ള എല്ലാ ആപ്പുകളും ഈ ഒരു വിൻഡോയിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഹിഡൻ ആപ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ താഴെ കാണാവുന്നതാണ്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമുക്കിവിടെ ഹിഡൻ ആപ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോയിലേക്ക് വരുന്നതാണ്. നമ്മുടെ ഫോണിൽ നമ്മൾ അറിയാണ്ട് ഏതെങ്കിലും ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കിടപ്പുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഒരു വിൻഡോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എൻ്റെ ഫോണിൽ അങ്ങനെ ഹിഡൻ ആയിട്ട് യാതൊരു ആപ്ലിക്കേഷൻ കിടപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിൻഡോയിൽ അങ്ങനെ ഒരു ആപ്പിനെ കുറിച്ച് കാണാനേ ഇല്ല. തൊട്ടിപ്പുറത്തായിട്ട് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് സൈഡ് ലോഡഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യുന്ന മറ്റ് ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു വിൻഡോയിൽ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുറകോട്ട് വരാം. ഇനി നമുക്ക് ഈ ഒരു വിൻഡോയിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ത്രെഡ് അനലൈസർ എന്നുള്ളതാണ്. ഈ ഒരു ഓപ്ഷൻ വഴി നമ്മുടെ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈറസുകളോ അല്ലെങ്കിൽ മാൽവെയറുകളോ എന്തെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഒരു വിൻഡോയിൽ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാവുന്നതാണ്. ഫോണിന് അപകടകരമായ ഏതെങ്കിലും സോഫ്റ്റ്വെയറുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് കിട്ടുന്നതാണ്. ഇവിടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് വ്യൂ റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ ഒരു പോപ്പപ്പ് വിൻഡോ വന്നിട്ടുണ്ട്. ആ പോപ്പപ്പ് വിൻഡോയിൽ എല്ലാ ആപ്പുകളെയും അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ അനലൈസ് ചെയ്തതിന് ശേഷം അടുത്ത വിൻഡോയിൽ ഏതെങ്കിലും തരത്തിലുള്ള റിസ്കി ആപ്സ് വല്ലതും ഉണ്ടോ എന്നുള്ളത് നമുക്കിവിടെ കാണാവുന്നതാണ്. എൻ്റെ ഫോണിൽ ഇപ്പം റിസ്കി ആയിട്ടുള്ള യാതൊരു ആപ്സും ഇല്ല. എന്തെങ്കിലും ഫോണിന് ത്രെഡ് ആയിട്ടുള്ള ആപ്പുകൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഏറ്റവും മുകളിലായിട്ട് റിസ്കി ആപ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ആപ്പുകളെല്ലാം വളരെ സുരക്ഷിതമാണ്. നോൺ റിസ്കി ആപ്സ് എന്നുള്ളത് തൊട്ട് താഴെ കാണാവുന്നതാണ്. നീല കളറിലുള്ള ആ വിൻഡോയിൽ കാണാവുന്നതാണ്. അപ്പോൾ മൊത്തം 28 ആപ്സ് ഉണ്ട്. ആ ആപ്പുകളൊന്നും ഒരു കുഴപ്പമുള്ളതല്ല. എന്തെങ്കിലും പ്രശ്നമുള്ള ആപ്പുകളുണ്ടെങ്കിൽ മുകളിലത്തെ റിസ്കി ആപ്സ് എന്നുള്ള ഓപ്ഷൻ ഏറ്റവും മുകളിലത്തെ ആദ്യത്തെ ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പുറകോട്ട് വരാം. അടുത്ത ഓപ്ഷൻ നോക്കാം. നമുക്കിതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളെല്ലാവരും. ഒന്നുകൂടെ പുറത്ത് വരാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഓപ്ഷൻ ആപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ സ്കാൻ നൗ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്പുകളും നമുക്കിവിടെ സ്കാൻ ചെയ്യുന്നതാണ്. അതിന് തൊട്ട് താഴ്ഭാഗത്തായിട്ട് ആക്റ്റീവ് ടൈം സ്റ്റാറ്റസ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആപ്പുകളുടെ എല്ലാം ലിസ്റ്റാണ് നമുക്കിവിടെ കാണുന്നത്. തൊട്ട് താഴെ ഭാഗത്തായിട്ട് അതർ ആപ്സ് എന്നുള്ളതുണ്ട്. അങ്ങനെ മറ്റ് ആപ്പുകളൊന്നും ആക്റ്റീവായിട്ട് നിൽപ്പില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് പുറത്ത് വരാം. പിന്നെയുള്ളത് ഡേറ്റ യൂസേജ് സ്റ്റാറ്റസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്പുകളും എന്തോരം ഡേറ്റ എടുത്തിട്ടുണ്ട്, എന്തോരം ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിൻഡോയിലൂടെ നമുക്ക് ഓരോ ആപ്പുകളും ഉപയോഗിച്ചേക്കുന്ന ഇൻ്റർനെറ്റ് ഡേറ്റയുടെ ഉപയോഗം നമുക്ക് മനസ്സിലാക്കി അതിന് അനുസരിച്ച് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോയിൽ നിന്നും പുറത്ത് വരാം. ആപ്പ് അപ്ഡേറ്റ് എന്നുള്ളതാണ് അടുത്തത്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത മാസങ്ങളിലൊക്കെ ആയിട്ട് ഏതൊക്കെ ആപ്പുകളാണ് എപ്പോഴൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്ത ആപ്പുകളുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഫോണിലുള്ള ആപ്പുകളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ സാധിക്കും. ഇനി നമുക്കിവിടെ ഏതെങ്കിലും ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു അപ്ഡേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ഡേഷനായിട്ട് ഇതുപോലെ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വിൻഡോയിൽ നിന്നും പുറത്തേക്ക് വരാം. ഇനിയുള്ളത് ആപ്പ് അനലൈസസ് എന്നുള്ളതാണ്. ഓരോ ആപ്പുകളെയും നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിൻഡോയിലും ധാരാളം ഓപ്ഷനുകളുണ്ട്. അപ്പം എല്ലാ ഓപ്ഷനുകളും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടുമെന്നുള്ളതുകൊണ്ട് ഈ ഒരു ഓപ്ഷനൊക്കെ നിങ്ങൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഉപയോഗിച്ച് നോക്കുക. അപ്പം നമ്മൾ ഈ ഒരു വിൻഡോയിൽ നിന്ന് പുറത്ത് മെയിൻ വിൻഡോയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ മെയിൻ വിൻഡോയിലേക്ക് വരുന്ന കഴിയുമ്പോൾ താഴെ ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള അടുത്ത ഓപ്ഷനായ അഡ്വെയർ സ്കാൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വിൻഡോയിലേക്ക് വരുമ്പോൾ ഈ വിൻഡോയിൽ കാണുന്ന എല്ലാ ആപ്പുകളും നമ്മളെ ആഡ്സ് കാണിക്കുന്ന ആപ്പുകളാണ്. അതായത് നമ്മുടെ ഫോണിൽ ആ പരസ്യങ്ങളെല്ലാം കാണിക്കുന്ന ആപ്പുകളാണ് നമ്മൾ ഈ വിൻഡോയിൽ കാണുന്നത്. അപ്പോൾ ആ തൊട്ടിപ്പുറത്തായിട്ട് അതിൻ്റെ സെറ്റിങ്സും നമുക്ക് കാണാവുന്നതാണ്. ആ സെറ്റിങ്സ് വഴി നമുക്ക് ഇതിൻ്റെ ആഡ്സൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ ആപ്പുകളൊക്കെ ഒരുപാട് പരസ്യങ്ങൾ കൊണ്ട് ശല്യപ്പെടുത്തുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ഒരു സെറ്റിങ്സാണ് തൊട്ടിപ്പുറത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ സെറ്റിങ്സ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ആപ്പുകളൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് എടുത്തിരിക്കുന്ന പെർമിഷൻസൊക്കെ നമുക്ക് ഈ ഒരു സെറ്റിങ്സ് വഴി നമുക്ക് ഈ ഒരു വിൻഡോയിലേക്ക് വന്നിട്ട് നമുക്ക് അതിനെല്ലാം ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അനാവശ്യമായിട്ട് എടുത്തിരിക്കുന്ന പെർമിഷനുകളെല്ലാം നമുക്ക് ഇതുവഴി നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫോണിലേക്ക് ആവശ്യമായ ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ അടങ്ങിയ എല്ലാം കൊണ്ടും വളരെ മികച്ച ഒരു ബെസ്റ്റായിട്ടുള്ളൊരു ആൻഡ്രോയിഡ് ആപ്പാണ് ഈ ഒരു എം കവച് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ്. അപ്പോൾ ഈ ഒരു ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ ചെന്ന് എം കവച് 2 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കിയിടുക. നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോകളാണ് ഈ ചാനൽ വഴി പബ്ലിഷ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക.
അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.